ഹലോ ഫ്രണ്ട്സ്, മിസ്റ്റർ എസ് എം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സാംസങ്ങിൻ്റെ M02s എന്ന ഫോണിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. സാംസങ് അവരുടെ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ പുതുതായി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത ഒരു ഫോണാണ് സാംസങ് M02s എന്നത്. 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ വളരെ നല്ലൊരു ഫോൺ തന്നെയാണ് ഇത്. 6.5 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് നമുക്കിതിൽ ലഭിക്കുന്നത്. TFT LCD ഡിസ്പ്ലേ ആണ്. പിന്നെ 20:9 എന്ന ആസ്പെക്റ്റ് റേഷ്യോയിൽ തന്നെയാണ് ഇത് ലഭിക്കുന്നത്. ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ചോട് കൂടിയ ഒരു ഡിസ്പ്ലേ ആണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. ഇത് അവർ പറയുന്നത് ഇൻഫിനിറ്റി V ഡിസ്പ്ലേ എന്നാണ് സാംസങ് ഇതിനെ ഒഫീഷ്യലായിട്ട് പറയുന്നത്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഇല്ല. അത് ഇതിൻ്റെ ഒരു മെയിൻ നെഗറ്റീവ് പോയിൻ്റ് ആയിട്ട് തന്നെ നമുക്ക് പറയാം. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് പ്ലാസ്റ്റിക് ബോഡിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ക്യാമറ ഡിസൈന് ഒരു റെക്റ്റാങ്കുലർ ഡിസൈനിലാണ് ക്യാമറ നമുക്ക് കിട്ടുന്നത്. ഇത് ബ്ലാക്ക്, ബ്ലൂ, റെഡ് എന്നിങ്ങനെ 3 കളറിലാണ് നമുക്ക് ഈ ഫോൺ ഇപ്പോൾ മാർക്കറ്റിൽ ലഭിക്കുന്നത്. ഇതിൻ്റെ വെയ്റ്റ് 196 ഗ്രാമാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ തിക്നെസ് 9.1 mm ആണ്. ഇതിൻ്റെ പ്രൊസസ്സർ സ്നാപ്ഡ്രാഗൺ 450 ആണ്. അപ്പം ഇത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഇതൊരു ഓൾഡ് മോഡലാണ് ഇതിൻ്റെ പ്രൊസസ്സർ. ഗെയിമിങ്ങിനൊക്കെ ആണ് നിങ്ങൾ ഈ ഫോൺ എടുക്കുന്നതെങ്കിൽ വളരെ മെച്ചപ്പെട്ട വേറെ ഫോണുകൾ ഈ റേഞ്ച് തന്നെ നമുക്ക് വേറെ കമ്പനിയുടെ ഇത് ലഭ്യമാണ്. സാംസങ്ങിനെ വെച്ച് നോക്കുമ്പോൾ സാംസങ് അവതരിപ്പിച്ചതിൽ ഒരു ബെറ്റർ ആയിട്ടുള്ള പ്രൊസസ്സർ തന്നെയാണ് ഈ സ്നാപ്ഡ്രാഗൺ 450. ഈ ഫോണിൻ്റെ 2 റാം വേരിയൻ്റാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. 3GB റാമും 32GB ഇൻറ്റേർണൽ സ്റ്റോറേജും 4GB റാമും 64GB ഇൻറ്റേർണൽ സ്റ്റോറേജും. അത് 10,000 രൂപയ്ക്ക് താഴെയാണ് ഈ 4GB റാം 64GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ഉള്ളതിൻ്റെ പ്രൈസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് വളരെ നല്ലൊരു ഫോണായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്നതാണ്. ഇതിൽ 2 സിമ്മും മെമ്മറി കാർഡും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഫോണിൽ 3.5 mm ഓഡിയോ ജാക്കും അവൈലബിൾ ആണ്. ഇത് ആൻഡ്രോയിഡ് 10 ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ക്യാമറ 3 ക്യാമറയാണ് മെയിനായിട്ട് വരുന്നത്. 13 MB മെയിൻ സെൻസർ f1.3 അപ്പേർച്ചറിലുള്ളതും 2 MB മാക്രോ ലെൻസ് f2.4 അപ്പേർച്ചറിലുള്ളതും 2 MB ഡെപ്ത് സെൻസർ 2.4 അപ്പേർച്ചറിലുള്ളതുമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിൻ്റെ സെൽഫി ക്യാം 5 MP f2.2 അപ്പേർച്ചറിലുള്ള ഒരു നല്ല ക്യാമറ തന്നെയാണ് സെൽഫിക്ക് ഇതിൽ നമുക്ക് ലഭിക്കുന്നത്. 5000 mAh ബാറ്ററി, നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ഈ ഫോണിന് ഉണ്ട് എന്നാണ് ഇതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ സപ്പോർട്ട് ചെയ്യുന്നതാണ് പറയുന്നത്. പിന്നെ വേറെ ഈ പ്രൈസ് റേഞ്ചിലുള്ള ഫോണുകളിലൊക്കെ 10 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത് കമ്പനി അവകാശപ്പെടുന്നത്. ഇപ്പം ബോക്സിൽ 7.5 വാട്ടിൻ്റെ ഒരു ചാർജറാണ് ഇതിൽ ലഭിക്കുന്നത്. USB Type-C ചാർജറാണ് ഇതിൽ നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ 3GB 32GB വേരിയൻറ്റിന് 8,999 രൂപയും 4GB 64GB വേരിയൻറ്റിന് 9,999 രൂപയാണ്. ആമസോണിലും samsung.com എന്ന വെബ്സൈറ്റിലൂടെ നമുക്ക് ഈ ഫോണ് ബുക്ക് ചെയ്ത് വാങ്ങാവുന്നതാണ്. ഓവറോളായിട്ട് പറയുകയാണെങ്കിൽ ഈ പ്രൈസ് റേഞ്ചിൽ ഇത് ഒരു ബെസ്റ്റ് ഫോണ് അല്ല എന്ന് നമുക്ക് പറയാം. അങ്ങനെ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇതിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഇല്ല, അതാണ് ഇതിൻ്റെ ഒരു ഫാൾട്ടായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രോസസ്സർ വളരെ പഴയൊരു പ്രോസസ്സർ കൂടിയാണ്. ഈ 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ ബെറ്റർ പ്രോസസ്സറും ഫിംഗർ പ്രിൻറ്റ് സെൻസറും ഉള്ള മറ്റ് കമ്പനികളുടെ ഫോണുകൾ നമുക്ക് ലഭ്യമാണ്. ഈ ഫോണിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.